ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ നടത്തുന്ന യുദ്ധമെന്നാണ് വിശേഷണം. ഗാസയിൽ ഇല്ലാതായത് 60,000 ജീവനാണ്. കുഞ്ഞുങ്ങളും വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയാണ് മരിച്ചത്. അതിൽ ഹമാസ് അംഗങ്ങൾ 5,000 പോലും തികയില്ല. ഹമാസ് ഇസ്രയേലിലേക്ക് 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1,200 പേരാണ്. അതിനുള്ള തിരിച്ചടി 60,000 ജീവനുകൾ എടുത്തിട്ടും കഴിയുന്നില്ല. എന്തിനാണ് ഈ യുദ്ധം തുടരുന്നത്? അത് ബന്ദികളെ വിട്ടുകിട്ടാനാണ്. 22 ഇസ്രായേലികളും ഒരു നേപ്പാളിയും ഒരു തായ് പൗരനും ഉൾപ്പെടെ 24 പേരാണ് ബന്ദികൾ. ഈ 24 പേരെ വിട്ടുകിട്ടാൻ തുടരുന്ന യുദ്ധമാണ് 60,000 പേരെ കൊന്നൊടുക്കിയിട്ടും അവസാനിക്കാത്തത്. ആകെ 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. അതിൽ കൊല്ലപ്പെട്ടവരും മോചിപ്പിച്ചവരും കഴിഞ്ഞാൽ ശേഷിക്കുന്നവരാണ് 24 പേർ. അതിനായി തുടരുന്ന യുദ്ധത്തിലാണ് ദിവസവും 100 പേരിലധികം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ജനതയെ ഒന്നൊഴിയാതെ ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ഈ യുദ്ധം നടക്കുന്നത് യുദ്ധമല്ല, വംശഹത്യയാണ്. ആ വംശഹത്യക്കെതിരെ ലോകത്തെ ഒരു രാഷ്ട്രവും ആയുധമെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മറുവശത്ത് ഇസ്രയേലാണ്. ഇസ്രയേൽ എന്നാൽ അത് അമേരിക്കയും യൂറോപ്പും എന്നുകൂടിയാണ് അർത്ഥം. ഗാസയിലെ ജനതയെ സംരക്ഷിക്കാൻ ഇപ്പോൾ ലോകത്ത് ആരുമില്ല. ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുക എന്നാൽ ഹമാസിനെ അംഗീകരിക്കുക എന്നുകൂടിയാണ് അർത്ഥം. അതിന് ഇസ്രയേൽ ഒരുക്കമല്ല. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ യുദ്ധം എന്ന നയം അതുകൊണ്ടാണ്. ഇപ്പോൾ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഒരു സാധ്യത കൂടി അട്ടിമറിക്കപ്പെട്ടു. ഇനി വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് എന്ത് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടും?